ഹായ് അസ്സാം വലൈക്കും. ഹിബാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രസത്തിൻ്റെ പാക്കറ്റിൽ രസ പൗഡർ അതൊന്നും ചേർക്കാതെ നല്ലൊരു നാടൻ രീതിയിലുള്ളൊരു രസം എങ്ങനെയാണ് കാച്ചുന്നതെന്ന് നോക്കാം. ഇനി ഒരു ഉരുളപ്പുള്ളി 10 മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അത് പിഴിഞ്ഞെടുത്ത് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വെക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ അധികം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് രസത്തിന് മഞ്ഞ മുന്നേ നിൽക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്ന ഉള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ ഒരു വറ്റൽമുളകും 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളെ രസത്തിൻ്റെ അരപ്പില്ലേ അത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിതുപോലെയാണ് രസം കാച്ചാറുള്ളത്. ലാസ്റ്റ് അതിലേക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.